എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ്. ഞങ്ങൾ ടാറ്റ അടിക്കാൻ പോയിരുന്നല്ലോ, അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ. കഴിഞ്ഞിട്ട് തേജുനാണ് ഈ പുറത്തിറങ്ങിയപ്പോ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നേ. അവിടെ പോസ്റ്റ് ആയിരുന്നിട്ട് ആള്. പിന്നെ പൂവിടാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായി. കുന്നംകുളത്ത് തന്നെ വാങ്ങിയത്. അവിടുന്ന് 2 കിറ്റ് പൂ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഓണം പറഞ്ഞ ഭയങ്കര രസമായിരുന്നേ. അതുപോലെ തന്നെ പൂവിടാനും നാളത്തേക്കുള്ള പൂവ് പൊട്ടിക്കാനൊക്കെ എല്ലാരും പാടെ കവർ എടുത്തിട്ട് പൂവിലിട്ട പതിവുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ എല്ലാരും പൈസ കൊടുത്ത് പൂ വാങ്ങേണ്ട അവസ്ഥ ആയിരിക്കും കേട്ടോ. എന്തായാലും ആ പണ്ടത്തെ ഓണം ഒരു വൈബ് തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴി ലേറ്റ് ആയിട്ടൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചാലിശ്ശേരി എത്തിയപ്പോ കൊള്ളിയും ബോട്ടിയും ഇതൊക്കെ മേടിക്കാന്ന് വിചാരിച്ചേ. ഞാനാണെങ്കിൽ ഓർഡർ ചെയ്തത് കൊള്ളിയും ബോട്ടിയും മുട്ടിയും പാടേട്ടോ. സൂര്യക്ക് കൊള്ളിയും ബീഫും ആയിരുന്നേ. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടാ കഴിച്ചത്. തേജു ആണെങ്കിൽ അധികം ഫുഡൊന്നും വാരി വലിച്ച് കഴിക്കില്ല കേട്ടോ. എന്റെന്നും കുറച്ച് കഴിക്കാം, സൂര്യയുടേക്കൊന്നും കുറച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. കൊള്ളിയും ബീഫിനേക്കാളും ഒന്നും കൂടി ബെറ്റർ കൊള്ളിയും ബോട്ടിയും മുട്ടയായിരുന്നു കേട്ടോ. ഈ ഷോപ്പ് വരുന്ന ചാലിശ്ശേരി തന്നെയാണ്. നമ്മള് പട്ടാമ്പിന്ന് പോകുമ്പോ ഇടത്തെ സൈഡിലും ഗുരുവായൂരിന്ന് വരുമ്പോ റൈറ്റ് സൈഡിലാണ് ഷോപ്പ് വരുന്നത്. കുറെ കാലമായിട്ടുള്ള ഷോപ്പാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ ആരെങ്കിലും ആ വഴി പോകുമ്പോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കഴിച്ചോളൂ കേട്ടോ. തേജു ആണെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള മെടുക്ക് കഴിക്കാൻ കാണിക്കില്ല കേട്ടോ ആള്. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ഞങ്ങളൊരു ഫുഡ് കുറച്ചിട്ടാ പറയാറുള്ളൂ. ഈ തേജുന്റെ ഫുഡ് എന്തായാലും ബാക്കിയാവൂലോ. സൂര്യ പറഞ്ഞ പോലെ തന്നെ പകുതി കഴിക്കുമ്പോഴേക്കും അവൾക്ക് മതിയായിട്ട് വന്നിട്ട് അവസാനം 2 പാടെ ഞാൻ കഴിക്കേണ്ടി വന്നേ. അങ്ങനെ രാത്രിയിലെ ഫുഡ് ഇതോടുകൂടി അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് കറവത്തൂർ എത്തിയപ്പോ കുറച്ച് പച്ചക്കറി വാങ്ങാന്ന് വിചാരിച്ചിട്ടോ. ഇനി വീട്ടിൽ പോയി വരണ്ടല്ലോ, അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ വാങ്ങാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങണതിന്റെ ഇടയ്ക്ക് എന്റെ കണ്ണിൽ വെറൈറ്റി വഴുതനങ്ങ ഉണ്ട്. സംഭവം 2 തരം വഴുതനങ്ങ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ സൈസ് കണ്ടപ്പോ തന്നെ കുമ്പളങ്ങയുടെ വലിപ്പുണ്ട് വരണേ. 2 വഴുതനങ്ങയും പാടെ കമ്പയർ ചെയ്തിട്ട് സൂര്യക്ക് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. എന്തായാലും സാധനം വെറൈറ്റി ആയിട്ടാ. അത് കഴിഞ്ഞപ്പോ അപ്പുറത്ത് തേജുന് കളിക്കാൻ വേണ്ടിട്ട് ഒരു ബോളും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.